ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജനറൽ സർവീസ്, ഓയിൽ ചെക്കപ്പ്, അതേപോലെ തന്നെ പിക്കപ്പിലോ ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ നിലവിൽ റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് വലിയ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. തന്നെയല്ല ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് വ്യത്യാസവും കാണിക്കുന്നുണ്ട്. അതും പ്രകാരം നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരുവിധം മൂവ്മെൻറ്റുള്ള എല്ലാ ഭാഗങ്ങളും, അതായത് ബ്രേക്ക്, ഫ്രണ്ടും ബാക്കും ബ്രേക്ക്, എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം, CVT ക്ലച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗം, എല്ലാ സ്വിച്ച് ഐറ്റംസും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി കയറ്റി വർക്കിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്ക് പുതിയ ലൈനറാണ്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. വേറെ അങ്ങനെ പറയത്തക്ക കംപ്ലൈൻറ്റ് എന്ന് പറയാനില്ല. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഹബിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഹബ്ബ് നിലവിൽ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ, MRFൻ്റെ പുത്തൻ ടയർ കിടക്കണേ. അപ്പോൾ നിലവിൽ നമുക്ക് ബ്രേക്കൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അത് കൂടാണ്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനാണ് നമുക്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളതിൻ്റെ ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാനുള്ളൂ, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് ശരിക്കും നമുക്ക് അത്യാവശ്യം മൂവ്മെൻറ്റുള്ള കൂടുതലുള്ള പാർട്സുകൾ വന്ന ഭാഗമാണ് സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ CVT ക്ലച്ച്. അതിനകത്ത് നമുക്ക് ബെൻഡെക്സ് യൂണിറ്റ്, അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, അങ്ങനത്തെ ഐറ്റംസ്, ബാക്ക് ക്ലച്ച് പുള്ളി വന്ന ഭാഗം, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്ക് ഈ ബെൻഡെക്സ് യൂണിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ക്രാങ്കിൻ്റെ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ ബെൻഡെക്സിന് ഈ കാണുന്ന ഒരു ചെറിയൊരു ലൈൻ. അതെല്ലാ ഭാഗത്തും ഇല്ല, ചില ഭാഗങ്ങളിൽ മാത്രമാണ് കൂടുതലായിട്ട് കാണാം. അത് നമുക്ക് തൽക്കാലം ഒന്ന് റബ്ബറൊക്കെ വെച്ച് നമുക്കൊന്ന് ലോഡ് ചെയ്ത് നിർത്തി നമുക്ക് ഉപയോഗിക്കാം. ക്രാങ്ക് അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതാണ് അതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബെൽറ്റ് ഡ്രൈവ്, ബെൽറ്റാണ് കമ്പനി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പവർ ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനി ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്ന ബെൽറ്റാണ്, നല്ല ലൈഫുള്ള ബെൽറ്റാണ്, വേറെ കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് എയറൊക്കെ അടിച്ചൊന്ന് പൊടിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഈ വീല് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. അതിൻ്റെ ഈ ബോസ് ഡ്രൈവും ഈ അലുമിനിയം ബോഡിയാണ് കംപ്ലൈൻറ്റ്. കാരണം എന്ന് വെച്ചാൽ അത് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പ് അവിടെ ഉള്ളത് കൊണ്ട് ചെറിയൊരു ഷിവറിങ് കാണിക്കും. അത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് ഡയറക്റ്റ് വലിയനെയും ബാധിക്കും. നമുക്ക് പുറമേന്ന് വലിയുമായി ബന്ധപ്പെട്ട് പിക്കപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു കംപ്ലൈൻറ്റാണ് നമുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കിയിട്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹെഡ് ഡീകാർബണൈസിങ്, അങ്ങനെ കാർബൺ ഡെപ്പോസിറ്റിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീലും ഈ ബോസ് ഡ്രൈവും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി പോകും. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് വേറെ കുഴപ്പമില്ല. ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഇവിടെ നോക്കുമ്പോൾ അറിയാതെ ഇവിടെ ഒരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് ആ ഓയിൽ സീൽ കൈയോടെ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാവുന്നതാണ്. ക്ലച്ച് യൂണിറ്റ് വെയിറ്റ് സെറ്റ് അടക്കം വരുന്ന യൂണിറ്റാണത്. നിലവിൽ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് ഓക്കെയാണ്, നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റാണത്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഔട്ടറിൽ വന്നിട്ടില്ല. അപ്പോൾ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. ഈ രണ്ട് ഐറ്റംസ്, ഈ ബോസ് ഡ്രൈവ്, ഇത് അലുമിനിയം വീല്, ഈ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം കൂടി മാറ്റിയിടാം. അതൊക്കെ ഒറ്റ യൂണിറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി പോകുള്ളൂ. പിന്നെ നമ്മൾ ആ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അതൊക്കെയാണ് ക്ലച്ചിനകത്ത് വരുന്ന വർക്കുകൾ. പിന്നെ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു. ചോക്ക് കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു. അതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയാലും വേറെ അങ്ങനെ ലീക്കേജ് കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. കാർബറേറ്റർ നമ്മൾ അഴിക്കേണ്ട സിറ്റുവേഷൻ ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. ജനറൽ സർവീസിൽ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുക സാധാരണ മിസ്സിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ റണ്ണിങ്ങിൽ ഓഫായി പോണതോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കാർബറേറ്റർ ക്ലീനിങ് ആവശ്യമായിട്ട് വരാം. കാരണം കാർബറേറ്റർ നമ്മൾ പരമാവധി അത് ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കുക. കാരണം കാർബറേറ്റർ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ മൂലം ഓവർഫ്ലോൻ്റെ സാധ്യതയൊക്കെ നിലവിലുണ്ട്. വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കാർബറേറ്റർ ഒഴിവാക്കിയേക്കുന്നത്. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് അല്ല. കാർബറേറ്റർ നമ്മൾ അഴിച്ചാൽ നമുക്ക് ഏകദേശം ഒരു 450-500 നമുക്കതുമ്പോൾ മാത്രം ചിലവ് വന്ന കേസാണ്. പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം വലിയുടെ കേസായാലും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തിയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് കുഷൻ അസംബ്ലി, ഈ ഷോക്ക് ചെറിയ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും ഷോക്ക് ഫെയിൽഡ് ആകുമ്പോഴാണ് ആ പ്രോബ്ലം വരാം.
തൽക്കാലം നമുക്ക് അതിൻ്റെ ബുഷൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. നെക്സ്റ്റ് സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും നമുക്ക് ഈ ഷോക്ക് അബ്സർ കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റായിട്ട് മാറ്റേണ്ടി വരും. ഇപ്പോൾ നമുക്ക് അത്രയും തെറിപ്പ് തുടങ്ങിയിട്ടില്ല, അടുത്തേക്ക് ഒരു വർഷം മാറ്റേണ്ടി വന്നേക്കും കേട്ടോ. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറായാലും കമ്പനി ലൈൻഡർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് ടയറും കിടക്കുന്നത് കമ്പനി ടയറാണ്, അതായത് MRFൻ്റെ സാധാരണ ആക്റ്റീവയ്ക്ക് കമ്പനി സപ്ലൈ ചെയ്യുന്ന മോഡൽ സാപ്പർ മോഡൽ ടയർ കിടക്കണം. നല്ല ടയറാണ്. ഈ ടയറാണ് നമുക്ക് മെയിനായിട്ട് സ്കൂട്ടർ മോഡലുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല ക്ലിയറായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഓൾറെഡി നമുക്ക് വണ്ടിയുമേ യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാറ്ററിയും കൂടി ഒന്ന് ടെസ്റ്റ് നടത്തുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണുള്ളത് നമ്മളതും കൂടി ഒന്ന് നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ നമുക്ക് കാണിക്കുന്നുണ്ട്. ബാറ്ററി 2024 പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ളതാണ്. എന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ സർവീസിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ നിലയിൽ നോക്കുമ്പോഴായാലും വാല്യൂസ് ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചത്. കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മീറ്ററിൽ നിന്നും മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ആക്കി വിടുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ ആ കൂട്ടത്തിക്കടെ പ്ലഗ് മാറ്റിയതാണ്, തൽക്കാലം ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും പുതിയതാണ്. എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ ഓയിൽ നോക്കുന്ന സമയത്ത് ഓയിൽ കളറിൽ വലിയ വേരിയേഷൻസ് ഇല്ല. ഇതിൻ്റെ കളർ വ്യത്യാസം വരില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള സർവീസ് പീരീഡ് ഇടവേളകൾ നമ്മൾ ചെയ്തു പോകുന്നതാണ്. ഇതിനിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 600 കിലോമീറ്ററും കൂടിയാണ് എൻജിൻ ഓയിൽ ഓടാനുള്ളൂ. അപ്പോൾ 600 കിലോമീറ്റർ കഴിഞ്ഞാൽ കൃത്യമായിട്ട് വന്ന് മാറുമെന്നുണ്ടെങ്കിൽ 600 കിലോമീറ്റർ കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. ഇനി അതല്ല വിട്ടുപോകും, നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കയ്യോടെ കൂട്ടത്തേക്കൂടെ ഓയിൽ മാറ്റിക്കോ. അതൊരു നഷ്ടമായിട്ട് നോക്കണ്ട. നമ്മൾ ആ സർവീസിൻ്റെ കൂട്ടത്തേക്കൂടെ ചെയ്തു പോകേണ്ടി അത് നമ്മൾ ഓർമ്മയിൽ കറക്റ്റായിട്ട് വെച്ച് അതങ്ങനെ തീർന്നു പോകാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതല്ലെങ്കിൽ ആ കിലോമീറ്റർ നോക്കിയിട്ട് അതനുസരിച്ച് വന്ന് ചെയ്താലും മതി കേട്ടോ. 3000 കിലോമീറ്റർ കൂടുതൽ ഓടിക്കാതിരിക്കുക. അത് നമുക്ക് വണ്ടിയുടെ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. എൻജിൻ ഓയിൽ കറക്റ്റ് സമയങ്ങളിൽ മാറ്റാമെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയാലാണ് ബാക്കിയത്തെ വർക്ക് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പരമാവധി നേരത്തെ റിപ്ലൈ ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം.